എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നെഴുന്നേറ്റ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട്, യേശുവേ എന്ന് വിളിച്ചുകൊണ്ട്, വചനം കേട്ടുകൊണ്ട് ഒരു പുതിയ പ്രഭാതം ആരംഭിക്കുന്നത് കൊണ്ട് ഇന്ന് നിങ്ങൾ പോകുന്നിടത്തെല്ലാം വാതിൽ തുറക്കും, വഴികൾ തുറക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് എവിടെ ചെന്നാലും അവിടെ ഒരു പുതിയ വഴിയാണ്, അവിടെ ഒരു പുതിയ വാതിലാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ഈ പ്രാർത്ഥന കേട്ടിട്ട് ഇതിൽ പങ്കെടുത്തിട്ട്, കേട്ടാൽ പോരാ, ഇതിൻ്റെ ഒരു ഭാഗമാകണം. ഇതിനോട് അങ്ങോട്ട് താതാമ്യപ്പെടണം, ആ പ്രാർത്ഥനയിൽ അങ്ങോട്ട് പങ്കെടുക്കണം. വെറുതെ കേട്ടുകൊണ്ടിരിക്കരുത്, അതിൻ്റെ ഒരു ഭാഗമാകണം. ആ ആരാധനയിൽ നിങ്ങളും ആരാധിക്കണം. ആ വചനം കേട്ട് നിങ്ങൾ അതിനെ പ്രാപിക്കണം, എഴുതിയെടുക്കണം, കൺഫസ് ചെയ്യണം. പലർക്കും ഇതൊന്നും അറിയില്ല. പിശാച് എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളെ തന്നെ ഈ അരമണിക്കൂറുടെ മാറ്റിയെടുക്കണം. എന്നിട്ട് മുന്നോട്ട് പോകും. കർത്താവിൻ്റെ അത്ഭുതക്കാരൻ ചലിക്കുന്നത് കാണാൻ കർത്താവിടെയാക്കും. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനമുള്ളവരായി മാറും. ചിരിക്കാത്തവർ പലരും ഉണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ചിരിയും സന്തോഷവും ഉണ്ടാകും. നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇതെല്ലാം. വചനം കേട്ടും വായിച്ചും പ്രാർത്ഥിച്ചും നമ്മുടെ ക്ലൈമറ്റിനെ നമ്മൾ മാറ്റിക്കളയണം. ക്ലൈമറ്റ് നമ്മളാ മാറ്റേണ്ടത്. നമ്മുടെ അന്തരീക്ഷം നമ്മൾ മാറ്റണം. നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം നമ്മൾ മാറ്റണം. ചിരി ഇല്ലാത്തടത്ത് ചിരി ഉണ്ടാക്കണം. സമാധാനം ഇല്ലാത്ത വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്നവർ അനുഗ്രഹീതർ. അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ചിരിയും സമാധാനവും വീട്ടിൽ കൊണ്ടുവരണം. വഴക്കുണ്ടാക്കാൻ എത്രയോ പേർക്ക് കഴിയും. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വഴക്കുണ്ടാക്കാൻ എളുപ്പമാണ്. പിശാചിൻ്റെ പുത്രിമാരും പുത്രന്മാരെന്നും വഴക്കുണ്ടാക്കുന്നവർ വിളിക്കപ്പെടും. സമാധാനമുണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. ഏതുണ്ടാക്കണമെന്ന് ഇന്നു മുതൽ തീരുമാനിച്ചോളണം. പിള്ളേർക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കാത്തവരുണ്ട്. ഭാര്യയ്ക്ക് സ്വസ്ഥത കൊടുക്കാത്തവരുണ്ട്. ഭർത്താവിന് സ്വസ്ഥത കൊടുക്കാത്തവരുണ്ട്. ഇതിൻ്റെ എല്ലാം പുറകിൽ പിശാചാണ്. ആ പിശാചിന് ഇടം കൊടുത്തവരാണ്. പിശാചിനെ മാത്രമല്ല പറഞ്ഞു, പിശാചിന് ഇടം കൊടുത്തവരാണ്. ഇന്ന് തിരിയണം. ഇന്നു മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ ചിരിയുണ്ടാക്കും, സമാധാനമുണ്ടാക്കും, സ്വസ്ഥതയുണ്ടാക്കും. ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കിയ ഒരു വഴക്ക് ഇന്നു മുതൽ ഞാൻ ഉണ്ടാക്കത്തില്ലെന്ന് തീരുമാനിക്കും. തീരുമാനശേഷി. നിങ്ങൾ നിങ്ങളുടെ വീടിന് ഒരു അനുഗ്രഹമാകും. പിശാചിന് ഇടം കൊടുക്കല്ലേ. സമാധാന സമൃദ്ധി കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ആ വീടിനൊരു ഐശ്വര്യമാകും. ആ പരാതിപ്പെട്ടി യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാകട്ടെ. സന്തോഷം വർദ്ധിച്ചു വരട്ടെ. ഇന്നത്തെ ആരാധനയിൽ നിങ്ങൾക്കതിനുള്ള കൃപ യേശു തരും. ചേർന്ന് പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. യേശു മാത്രം, യേശു മാത്രം, സ്തുതികൾക്കു യോഗ്യൻ. വേറെയൊന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ല. യേശു മാത്രം, യേശു മാത്രം, സ്തുതികൾക്കു യോഗ്യൻ. വേറെയൊന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ല. യേശുവേ പോലെ ആരുമില്ല. എൻ്റെ പ്രിയനെ പോലാരുമില്ല.
യേശുവേ പോലെ ആരുമില്ല. എൻ്റെ പ്രിയനെ പോലെ ആരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശുവിന് മഹത്വം. എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം. എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എല്ലാ നാവും സർവ്വലോകവും യേശുനാമമുയർത്തിയിടുമേ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. എല്ലാ നാവും സർവ്വലോകവും യേശുനാമമുയർത്തിയിടുമേ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. യേശുവേ പോലെ ആരുമില്ല. എൻ്റെ പ്രിയനെ പോലെ ആരുമില്ല. യേശുവേ പോലെ ആരുമില്ല. എൻ്റെ പ്രിയനെ പോലെ ആരുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം യെശയ്യാവിൻ്റെ പ്രവചനം 40-ാം അധ്യായം 30-31 വാക്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ, ഭൂരിഭാഗം പേർക്ക് തന്നെ കാണാതെ അറിയാം എന്താണ് കഴുകൻ്റെ കാര്യം. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതാണ് ആ വാക്യം. അതായത് 30-ാം വാക്യം ഇങ്ങനെയാണ്: ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആര് തളർന്നു പോകുമെന്നാണ് പറഞ്ഞത്? ബാല്യക്കാർ. അതായത് യൗവന രക്തം, ചോരത്തിളപ്പുള്ള പ്രായം. അവരെ മതി രാഷ്ട്രീയക്കാർക്ക്. കൊടി കെട്ടാനും പോസ്റ്റർ ഒട്ടിക്കാനും അടിയുണ്ടാക്കാനും എല്ലാ സമൂഹത്തിനും ആരെ മതി? യൗവനക്കാരെ മതി. ഇപ്പൊ യൗവനക്കാരില്ലാത്തൊരു കൂട്ടമായിട്ട് പള്ളികൾ മാറുകയാണ്. ക്രിസ്തീയ സമൂഹങ്ങളിൽ യൗവനക്കാരുടെ എണ്ണം കുറയുന്നതായിട്ട് കണക്ക്. യൗവനക്കാർ ഇല്ലാഞ്ഞിട്ടാണോ? ഇല്ല, യൗവനക്കാരുണ്ട്. അവരിൽ നല്ല ശതമാനം നിരീശ്വരവാദികളായി മാറുന്നു പോലും. അവരിപ്പോൾ ദൈവമില്ലെന്ന് പറയുന്നു. എത്ര ഭയങ്കര പിശാചിൻ്റെ പുതിയ ചതിയാണത്! ഏതോ ട്രാപ്പുകളിലാണ് അവർ. ദൈവമില്ല എന്ന് പറഞ്ഞ് നല്ല യൗവനത്തിൽ എല്ലാ പാപവും ചെയ്യാനുള്ളൊരു ലൈസൻസായിട്ട് അവരതിനെ മാറ്റിയ. ദൈവമില്ല, ദൈവമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം ചെയ്യാമല്ലോ. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലോ, പക്ഷെ എൻ്റെ പൊന്നെ, അങ്ങോട്ട് തിരിയാൻ മേല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ മേല, ഇങ്ങോട്ട് നോക്കാം, ആ ഡ്രസ്സ് ഇടാൻ പാടില്ല, ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ശേഷം മനുഷ്യരെ പോലെ ജീവിക്കാൻ മറ്റുള്ള ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ എടുത്തിരിക്കുന്ന ഒരു ലൈസൻസാണ് ദൈവമില്ല, നിരീശ്വരവാദി. ചുമ്മാതാ ഒരു നിരീശ്വരവാദി എന്ന് പറയാൻ എന്ത് യോഗ്യത താങ്കൾക്കുണ്ട്? നിരീശ്വരവാദി എന്ന് പറയണമെങ്കിൽ ദൈവമില്ലെന്ന് തെളിയിക്കണം. ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ ഞങ്ങളിരിക്കുകയാണ്. യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ അവൻ്റെ സാക്ഷികളാണെന്ന് വെല്ലുവിളിയോടിരിക്കുമ്പോൾ ദൈവമില്ലെന്ന് തെളിയിക്കാൻ താങ്കൾക്ക് അതിനുവേണ്ടി വല്ല പഠനം നടത്തുന്നുണ്ടോ? ദൈവമില്ല എന്ന് തെളിയിക്കുന്ന ഒരു 2 പുസ്തകം താൻ മേടിച്ചു വെച്ചിട്ടുണ്ടോ? ചുമ്മാ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ലേ അത്? നിങ്ങൾ ഓർക്കും, ജോഷി പാസ്റ്റർ എന്താ ഇന്ന് ഇതിങ്ങനെ ചൂടാകുന്നത്? ചൂടായതല്ല, ആത്മാവിൻ്റെ ചൂടാ. പാപം ചെയ്യാൻ ലൈസൻസ് ഉണ്ടാക്കി വെച്ചിട്ട് അത് ദൈവമില്ലെന്നുള്ളവനാണെങ്കിൽ ദൈവമില്ലെന്ന് തെളിയിക്ക്. അതുമില്ല. ഞാൻ ഇടയ്ക്ക് പറയുന്നൊരു ഉദാഹരണമുണ്ട്. അമേരിക്കയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വലിയ ഒരു കട്ടൗട്ട്, വലിയ ഒരു ബോർഡ്, വളരെ വലിപ്പത്തിൽ ഒരു നിരീശ്വരവാദി എഴുതി വെച്ചു: ദൈവം മരിച്ചുപോയി, വില്യം ജോർജ് ഒപ്പ്. റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവരെല്ലാം ഇത് വായിക്കും. അയ്യോ, ദൈവം മരിച്ചുപോയോ? ദൈവത്തെ താറടിക്കുക. 15 കൊല്ലം കഴിഞ്ഞപ്പോൾ വില്യം ജോർജ് മരിച്ചുപോയി. അപ്പോൾ ഒരു ബിരുദൻ അവിടെ എഴുതി വെച്ചു: വില്യം ജോർജ് മരിച്ചുപോയി, ദൈവം ഒപ്പ്. അത്രയേ ഉള്ളൂ. ദൈവമില്ല എന്ന് പറയുന്നവൻ തീർന്നു പോകും. അപ്പോഴും ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുന്നു. ഒരു സത്യം അറിയാമോ? ദൈവത്തെ കൂടാതെ നിനക്ക് ജയകരമായ ജീവിതമില്ല. പണം ഉണ്ടാക്കാം, ദൈവത്തെ വേണമെന്നൊന്നുമില്ല. നാട്ടുകാരുടെ കുത്തിന് പിടിച്ചും മോഷ്ടിച്ചും ചതിച്ചും കൊള്ള ചെയ്തും സർക്കാരിനെ ചതിച്ചും ഒക്കെ പൈസ ഉണ്ടാക്കാം. അതൊരു അനുഗ്രഹമാകണമെന്നില്ല. കെട്ടുകണക്കിന് പണമുണ്ടായിട്ട് അതിൻ്റെ മുകളിൽ കടന്ന് സമാധാനമില്ലാതെ മരിച്ചവരുടെ സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? പലരുടെയും കട്ടിൽ, ബെഡിൻ്റെ അടി മുഴുവനും അറകളായിരുന്നു. അതിൽ മുഴുവനും കോടികളുടെ നോട്ടുകളാണ്. ഒരു ശ്വാസം മുട്ട് വന്നപ്പോൾ ഈ ഒരു നോട്ട് അവന് പ്രയോജനപ്പെട്ടില്ല.
കോവിഡ് വന്നപ്പോൾ കോടികൾ പലർക്കും പ്രയോജനപ്പെട്ടില്ല. നമ്മൾ കണ്ടു JCBക്ക് വലിയ കുഴി തോണ്ടിയിട്ട് 100 കണക്കിന് ആൾക്കാരെ തട്ടി അതിനകത്തോട്ടിട്ട് മൂടിയ ചരിത്രം നമ്മൾ മറന്നിട്ടില്ല. അതിൻ്റെ ചൂടാറിയിട്ടില്ല. ആ മൂടിയ മണ്ണിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് ദൈവമില്ലെന്ന് പറയുന്നത്. ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ബാല്യക്കാർ ഇടറി വീഴും. അതായത് ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. ദൈവമില്ലെന്ന് ചോരത്തിളപ്പിൽ പറഞ്ഞ് കണ്ട പാപങ്ങൾ മുഴുവനും ചെയ്ത് തോന്നിയവാസം നടന്ന് അപ്പനും അമ്മയ്ക്കും കണ്ണുനീരായി. അവർ മേടിച്ചു തന്ന വണ്ടി ഹെൽമെറ്റ് ഇല്ലാതെ അതിവേഗത്തിൽ പായിച്ച് ഇടിച്ച് തകർന്ന് തീരുന്ന ഒരു ജനറേഷന്റെ നടുക്ക് പഠിപ്പിക്കാൻ വിടുന്ന പെൺപിള്ളേര് കണ്ടവന്റെ ബൈക്കിന്റെ പുറകിൽ കെട്ടിപ്പിടിച്ച് മാതാപിതാക്കൾ അറിയാതെ കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞ് രഹസ്യമായി കണ്ട വഴിയിലൂടെയെല്ലാം നടക്കുന്ന ഈ കാലത്ത് ഇതിൻ്റെ നടുവിലാണ് വിശ്വാസികളുടെ കുഞ്ഞുങ്ങളും വളരുന്നത്. അതുകൊണ്ടൊരു മാതാപിതാവ് എന്ന സ്ഥാനത്ത് നമ്മൾ അറിയണം, ഇങ്ങനെ പോകുന്ന തലമുറകൾ ക്ഷീണിച്ച് തളരും. ഈ കൂടെ പോകുന്നവർ കയ്യിലെ പൈസ തീരുമ്പോൾ ഇട്ടേച്ചു പോകും. മുടിയംപുത്രന്റെ ചരിത്രം, അവൻ ചെറുപ്പക്കാരനായിരുന്നു. അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് വന്നു. ചെറുപ്പത്തിലെ ചോരത്തിളപ്പിൽ ബാല്യക്കാർ, ചെറുപ്പക്കാർ ക്ഷീണിച്ച് തളരും. അവൻ്റെ കയ്യിലെ പണം തീർന്നപ്പോൾ അവൻ്റെ പേഴ്സൊട്ടി, അവൻ്റെ വയറൊട്ടിയാൽ ഉടനെ കണ്ണൊട്ടി കവളൊട്ടി. ഒട്ടി നിന്നവരെല്ലാം വിട്ടുപോയി. എല്ലാം വിട്ടുപോകും. നിന്റെ പേഴ്സൊട്ടിയാൽ തീർന്നേ. നിന്റെ സൗന്ദര്യവും നിന്റെ പണവുമാണ് ചൂഷണം ചെയ്യാൻ കുറേ പേര് നിന്റെ കൂടെ കൂടിയത്. ആരോടൊക്കെയോ ഉള്ള ദൂതാണ്. പ്രാർത്ഥനയുണ്ടായിട്ടും പ്രാർത്ഥനയ്ക്ക് വരാതെ വീട്ടിൽ അഹങ്കാരത്തോടെ ദൈവത്തെ ആരാധിക്കാതെ ഇരുന്ന് ചെറുപ്പക്കാരുടെ ഒപ്പം കറങ്ങിയടിച്ച് നടക്കുന്ന ചിലരോടുള്ള ഒരു ദൂതാണ് യേശു നിന്നോട് പറയുന്നു. നിന്റെ നല്ല പ്രായത്തിൽ, യൗവന പ്രായത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ നിനക്ക് വരും. അപ്പൻ്റെ വീട്ടിലേക്ക് ഈ മുടിയൻ പുത്രൻ മടങ്ങിയതുപോലെ നിനക്കൊരു മടക്കമില്ലെങ്കിൽ അത് നിന്റെ ഒടുക്കമായി മാറും. ആരൊക്കെ ഇന്ന് രൂപാന്തരപ്പെടുന്ന ഒരു പകലാകട്ടെ. നീ തിരിച്ചു വരണം, കർത്താവിലോട്ട് വരണം. കർത്താവിലല്ലാതെ നിനക്ക് ഒരു വിടുതലുമില്ല. ഇവിടെ വായിച്ചത് ബാല്യക്കാർ ക്ഷീണിച്ച് തളരും. നീ തളരും. യേശുവിനെ കൂടാതെ, യേശുവില്ലെന്ന് പറഞ്ഞ് നടന്നോ, ദൈവമില്ലെന്ന് പറഞ്ഞ് നടന്നോ, നീ തളരും. നിന്റെ വഴി മുട്ടിപ്പോകും. നിന്റെ ബന്ധങ്ങളെല്ലാം അറ്റുപോകും. നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. നിന്റെ ഭാവി ഇരുട്ടിലാകും. ആര് സഹായിക്കാനില്ലാത്ത പന്നിക്കൂട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് നീ കൊതിക്കും. ആരും നിനക്കുണ്ടാകില്ല. ഇതൊരു പ്രവചനമാണ്. ആരും നിനക്കുണ്ടാകില്ല. എല്ലാവരാലും നീ കൈവിടപ്പെടും. നീ ഒറ്റപ്പെടും. നീ തഴയപ്പെടും. എല്ലാവരും നിന്നെ മാറ്റി നിർത്തും. ഇന്ന് ചേർത്ത് നിർത്തുന്നവരെല്ലാം നിന്നെ മാറ്റും. നീ നിന്റെ വീട്ടുകാർക്കും നിന്റെ നാട്ടുകാർക്കും ഒരു വെറുപ്പും ഒരു ബാധയും ഒരു തലവേദനയുമാകും. നല്ല കാലത്ത് നീ യേശുവേ എന്ന് വിളിച്ചു. ഇന്ന് ഭയപ്പെട്ട് നീ മടങ്ങി വന്നു. ഈ സന്ദേശം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അനേക ചെറുപ്പക്കാർക്ക് കൈമാറണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറയുന്നു, ഒത്തിരി പേര് ഈ വചനം കേട്ട് ദൈവ ഭയത്തോടെ മടങ്ങി വരും. ഈ വചനം കേൾക്കണം. ആ മുടിയൻ പുത്രൻ പന്നിക്കൂട്ടിലിരുന്ന് സുബോധം വന്ന്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ പേർ തിന്ന് ശേഷിപ്പിക്കും, ഞാനോ വിശപ്പ് കൊണ്ട് മരിക്കുന്നു. ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകും. അവൻ പോകാൻ എടുത്ത തീരുമാനം വിശപ്പാണ്. ആ വിശപ്പ് അവനൊരു സുബോധം കൊടുത്തു. അപ്പനെ കാണണമെന്നല്ല, അപ്പൻ്റെ വീട്ടിലെ കൂലിക്കാർ തിന്നുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി അപ്പൻ്റെ വീട്ടിലെ കൂലിക്കാരനായാൽ മതി. അപ്പൻ്റെ മോനാകാൻ ആഗ്രഹമില്ല. കാരണം ഈ അപ്പനെ അനുവദിക്കുമെന്നറിയില്ല. എന്നാൽ ദൂരത്ത് വെച്ച് തന്നെ അപ്പൻ ഇവനെ കണ്ടു. ഇവൻ കണ്ടെന്നല്ല, അപ്പൻ ഇവനെ കണ്ടു. അപ്പൻ
റോട്ടിലോട്ട് മകനെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ഉടുപ്പ് തയ്പ്പിച്ച്, നല്ല ചെരുപ്പ് തയ്പ്പിച്ച്, നല്ല മോതിരമുണ്ടാക്കിച്ച്, തടിപ്പിച്ച കാളയെ ഒരുക്കി ഒരു ഉത്സവത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പൻ. ഇതാണ് യൗവനക്കാര, നീ ക്ഷീണിച്ച് തളർന്നില്ലേ? നീ മടുത്തില്ലേ? തിരിച്ചു വാ, അപ്പൻ്റെ വീട്ടിലോട്ട് വാ. ശക്തിയെ പുതുക്ക്. നിന്റെ പഴയ വസ്ത്രം, നിന്റെ അധികാരത്തിൻ്റെ മോതിരം, നിന്റെ മാന്യതയുടെ ചെരുപ്പ്, നിന്നെ പുതുക്കുന്ന തടിപ്പിച്ച കാള, നിന്റെ ബലമെല്ലാം പോയില്ലേ? ശക്തിയെ പുതുക്കുവാൻ അപ്പൻ തടിപ്പിച്ച ഒരു കാളയെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു കാള ഇങ്ങനെ വീട്ടിലെ വേറെ കാളകളോടും പശുക്കളോടും പറഞ്ഞെന്നാ പറയുന്നത്, നമ്മുടെ വീട്ടിലെ യജമാനന്റെ ഇളയ മകൻ ഇന്ന് തിരിച്ചു വന്നു. വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്, പാട്ടും ബഹളമാണ്. അതാണ് നമ്മളെ കേൾക്കുന്നത്. മാത്രമല്ല, എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തടിച്ച് കൊഴുത്തത് കൊണ്ട് മുതലാളി എന്നെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. വലിയ ഗമയെ പറയാണ്, ഇവനെ തട്ടുന്ന ദിവസമാണെന്ന്. ഇവൻ തടിപ്പിച്ച ആളാണ്. ഇതുപോലെ അപ്പൻ ഈ ആരോഗ്യം ക്ഷയിച്ചു പോയ മകൻ്റെ മുഴുവനും ബലത്തെ തിരിച്ചെടുക്കാൻ ഒരു കാളക്കുട്ടിയെ ഒരുക്കി നിർത്തി. അതാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമുക്ക് വേണ്ടി ഒരു തടിപ്പിച്ച കാളക്കുട്ടിയെ അപ്പൻ ഒരുക്കി. അപ്പനിൽ നിന്ന് അകന്ന് ആരോഗ്യം ക്ഷയിച്ച് ബലഹീനനായി പോയ ഈ മകന് വേണ്ടി നേരത്തെ അപ്പൻ ഒരുക്കി വെച്ചതാണ് തടിപ്പിച്ച കാളക്കുട്ടി. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നിനക്ക് നിന്റെ ശക്തിയെ പുതുക്കാൻ കഴിയില്ല. തൻ്റെ ഏകജാതനായ പുത്രനെ യേശു പറഞ്ഞു, എന്നെ ഭക്ഷിക്കുന്നവൻ ജീവിക്കും, സമൃദ്ധമായ ജീവൻ ഉണ്ടാകും. അപ്പൻ്റെ അടുക്കലോട്ട് വാ. നീ കഴുകനെ പോലെ വചനത്താൽ നിറഞ്ഞ് കഴുകനെ പോലെ നീ ചിറകടിച്ചുയരും. നിന്റെ പ്രായത്തെ വെല്ലുന്ന ബലം നിനക്കുണ്ടാകും, സമാധാനമുണ്ടാകും, ധൈര്യമുണ്ടാകും, എന്ത് ചെയ്യാനുള്ള കോൺഫിഡൻസ് നിനക്കുണ്ടാകും. നീ ആള് മാറി മറിയും. എത്ര പ്രായമായവർ ചാടി എഴുന്നേക്കും. നഷ്ടബോധവും കുറ്റബോധമായിട്ട് ഇരിക്കരുത്. അപ്പൻ്റെ വീട്ടിലോട്ട് വാ. എല്ലാം അപ്പൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നീ ശക്തിയെ പുതുക്കും, കഴുകനെ പോലെ കയറും. ബാല്യക്കാരാ, നിന്റെ സൃഷ്ടാവിനെ നീ ഓർക്കണം. പന്നിക്കുട്ടിന്ന് വാ. അപ്പൻ തടിപ്പിച്ച കാളക്കുട്ടിയെ. നിന്റെ അവസ്ഥ അവനറിയാം. നീ വിശപ്പിലും കണ്ണുനീരിലും നഗ്നനായും അരിഷ്ടനായും കുരുടനായിരിക്കുന്നു എന്ന് ലവോദിക്യ സഭയോട് പറയുന്നത് പോലെ നിന്റെ അവസ്ഥ മാറ്റാൻ നീ വാ. നിന്റെ അവസ്ഥ മാറ്റുവാൻ നീ എൻ്റെ അടുക്കൽ വാ. ക്രൂശിലേക്ക് വാ, യേശു ക്രിസ്തുവിലേക്ക് വാ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നീ ശക്തിപ്പെടും. നിന്റെ പോയ ശക്തിയെ മുഴുവൻ തിരിച്ചു തരും. നിന്റെ രോഗത്തെ അവൻ സൗഖ്യമാക്കും. നിന്റെ നിരാശകളെ അവൻ മാറ്റും. നിന്റെ ബിസിനസ്സിനെ അവൻ പുതുക്കി തരും. നിന്റെ വരുമാന മാർഗങ്ങൾ അടഞ്ഞോ, അവൻ തുറന്നു തരും. ആരും അടക്കാതെ വണ്ണം തുറക്കുന്നവനാണ്, ആരും തുറക്കാതെ വണ്ണം അടക്കുന്നവനാണ്. നിന്റെ ശക്തി അവൻ പുതുക്കി തരും. നിനക്ക് ദൈവം പുതിയ വഴികൾ തുറന്നു തരും. അപ്പൻ്റെ വീട്ടിലോട്ട് വാ. സമൃദ്ധിയുടെ അടുക്കലേക്ക് വാ. ആഘോഷങ്ങളിലേക്ക് വാ. ഈ ലോകത്തിൻ്റെ ആഘോഷം ഒടുവിൽ നിന്റെ പോക്കറ്റ് കാലിയാകുമ്പോൾ തീരും. എന്നാൽ ഈ ആഘോഷമുണ്ടല്ലോ, അത് നിത്യതയിലും തുടരും. യൗവനക്കാരാ, ചെറുപ്പക്കാരാ, ശ്രദ്ധിക്കണേ. ഈ വീഡിയോ നീ മാറ്റരുത്, നീ കേൾക്കണം. നിന്റെ കൂട്ടുകാർക്ക് കൊടുക്കണം. നിന്റെ സാഹചര്യങ്ങൾ മാറും, നിന്റെ അവസ്ഥകൾ മാറും, നിന്റെ ജീവിതം മാറും. നീ പുതുക്കപ്പെടും. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് കേട്ട ഈ തിരുവെഴുത്തുകൾ ഈ മക്കളുടെ ജീവിതത്തിൽ പുതുക്കത്തിൻ്റെയും കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുന്നതിൻ്റെയും സാധ്യതകളായി മാറട്ടെ.
ഇന്ന് കേട്ട യൗവനക്കാർ, കുടുംബജീവിതം നയിക്കുന്ന യൗവനക്കാർ, അഹങ്കാരത്തിൽ ദൈവത്തെ വിട്ടോടുന്നവർ ഇന്നത്തെ ദൈവവചനത്തിലൂടെ മടങ്ങി വരട്ടെ. പാപബന്ധനങ്ങളെ ഞാൻ അവരിൽ നിന്ന് അറുത്ത് കളയുന്നു. ചില മന്ത്രവാദങ്ങളുടെ പിടിയിൽപ്പെട്ട് ഒതുങ്ങിപ്പോയ പെൺകുട്ടികൾ, വഴിതെറ്റിപ്പോയ പെൺകുട്ടികൾ യേശുവിൻ്റെ നാമത്തിൽ തെറ്റായ പ്രേമ ബന്ധങ്ങളുടെ കുരുക്കിൽ നിന്ന് അഴിഞ്ഞു പുറത്ത് വരട്ടെ. ചില യൗവനക്കാർ അഴിഞ്ഞ് പുറത്ത് വരട്ടെ. ഞാനതിനെ അഴിച്ചു മാറ്റുന്നു. ബന്ധനങ്ങളെ അഴിക്കുന്നു. ദൈവശക്തി കൊണ്ട് അവരുടെ ബന്ധനത്തെ അഴിക്കും. പല മാതാപിതാക്കളുടെ കണ്ണുനീർ ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ തുടക്കപ്പെടട്ടെ. യൗവനക്കാർ ഉയർന്നു വരട്ടെ. കർത്താവിന് വേണ്ടി അവരുടെ യൗവനപ്രായം പ്രയോജനപ്പെടട്ടെ. യൗവനപ്രായം യേശു കർത്താവെ അങ്ങ് ജീവൻ തന്ന് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ആ നല്ല യൗവനപ്രായം ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി ശോഭിക്കട്ടെ. സാമ്പത്തിക വഴികൾ തുറക്കട്ടെ. ഞങ്ങളെക്കാൾ ഞങ്ങളുടെ അടുത്ത തലമുറ ശക്തരും ശ്രേഷ്ഠരും സമൂഹത്തിൽ മാന്യതയുള്ളവരുമാകട്ടെ. ഞങ്ങളെത്താത്ത ഉയർന്ന മേഖലകളിൽ അവർ കടന്നു ചെല്ലട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. എനിക്ക് നല്ല ഉറപ്പായി ഇന്ന് ഞാനല്ല സംസാരിച്ചത്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലായിരുന്നു. നീ മാറി മറിയും. ഈ വചനം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. യൂട്യൂബിൽ കിടപ്പുണ്ട്. കർത്താവിൻ്റെ വലിയ കൃപ ആ കുടുംബങ്ങളെല്ലാം അനുഭവിക്കട്ടെ. നാളെ നമുക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 8 മണിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു സഭായോഗമുണ്ട്. നിങ്ങൾക്ക് ആലപ്പുഴയിൽ കടന്നു വരാം. ദൂര സ്ഥലങ്ങളിൽ നിന്നെല്ലാം വാ. മീറ്റിങ്ങിന് ശേഷം നേരിട്ട് കാണാം, പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിക്കാം. തിങ്കളാഴ്ച മുതൽ വീണ്ടും ജീസസ് എവരി ഡേ എന്ന പ്രാർത്ഥന ശനിയാഴ്ച വരെ തുടരും. ഈ പ്രാർത്ഥനയെ നിങ്ങൾ എങ്ങനെയെല്ലാം കൈത്താങ്ങൽ തരുമോ അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഒരിക്കൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ക്യാമറയുടെ ആവശ്യത്തിന് വേണ്ടി, വലിയൊരു ആവശ്യത്തിന് വേണ്ടി ഒരു വ്യക്തി ഒരു വലിയ തുക തന്ന് ഞങ്ങളെ സഹായിച്ചു. വലിയൊരു ആശ്വാസമായിരുന്നു. അതിനോട് ചേർത്ത് വേറെ തുകയും കൂടി ചേർത്ത് ഞങ്ങളിവിടെ വേണ്ട ഒരു വലിയ ഇലക്ട്രോണിക്സ് ഉപകരണം വാങ്ങി. ഇതുപോലെ ഒത്തിരി ആവശ്യങ്ങൾ ഈ മീഡിയയ്ക്ക് വേണം. മാതാപിതാക്കളെ, ഇത് നിങ്ങളുടെ കുടുംബത്തിനും സഭയ്ക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈത്താങ്ങൽ ഞങ്ങൾക്ക് വേണം. ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഗോഡ് ബ്ലസ് യു.